ഭഗവതേ വാസുദേവായ. ഓം. ശ്രീമദ് ഭാഗവത മഹാപുരാണം, അതിൻ്റെ മഹാത്മ്യം 4-ാമത്തെ അധ്യായം. അതിൽ 48-ാമത്തെ ശ്ലോകം തൊട്ട് പറയണു 60-ാമത്തെ ഭാഗമായിട്ട്. ഓം മന്ദായാം മയി സർവസ്വം നനാന്ത സംഹരേ തഥാ സത്യശൗചാദി നിയമോ ദുരാരാധ്യ സദൃശ്യതേ. ഇപ്പോൾ ധുന്ധുലി തൻ്റെ ഭർത്താവ് ഫലം തന്നു കഴിഞ്ഞപ്പോൾ സന്താനം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അത് കഴിക്കില്ല എന്ന് ശാഠ്യം പിടിക്കാനും ചില കാര്യങ്ങളെ അല്ലെങ്കിൽ ന്യായങ്ങളെ ദുർന്യായങ്ങളാണ്. അപ്പോൾ അത് അത്ര ശരിയല്ല. സഖിയോട് പറയുന്നതായിട്ടുള്ള രീതിയിലാണ് ഇവിടെ അവതരണം. പ്രസവ വേദന ഉണ്ടാവുമ്പോൾ ഒരു പ്രവൃത്തികളും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിൽ പലതരത്തിലുള്ള വിഷമങ്ങളുണ്ടാവും പൂർണ്ണ ഗർഭിണിയാവുമ്പോൾ. അപ്പോൾ ഭർത്താവിൻ്റെ സഹോദരി തൊട്ടുള്ള ഓരോരുത്തരും വന്നിട്ട്, ബന്ധുക്കൾ എന്നുള്ള അർത്ഥത്തിലേ ഉള്ളൂ, നാത്തൂന്ന് മാത്രം കണക്കാക്കണ്ട, അങ്ങനെ ഓരോരുത്തരും വന്നിട്ട് ഈ മുതലെല്ലാം അപഹരിച്ച് കൊണ്ടുപോയാൽ ഞാൻ എന്ത് ചെയ്യും? ഇവിടെ ആ സ്ത്രീക്ക് ബുദ്ധിയില്ല എന്ന് പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. ആകെയുള്ള സ്വത്തിൻ്റെ പകുതിയോളം ദാനം ചെയ്തിറക്കണം, ബാക്കി പകുതിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇത്രയും ദാനം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സന്താനം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് ഈ സ്ത്രീ ന്യായവാദം പറയണത്. ഗർഭമുണ്ടായി കഴിഞ്ഞ് പൂർണ്ണ ഗർഭിണിയാകുമ്പോൾ ബന്ധുക്കൾ വന്നിട്ട് മുതലൊക്കെ കൊണ്ടുപോയാൽ ഞാൻ കിടക്കുകയല്ലേ, എനിക്ക് നോക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ സൽപുത്രനായിട്ട് വരണമെന്നുണ്ടെങ്കിലോ സത്യം, ശൗചം, ദാനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യണം, നിയമങ്ങളെയൊക്കെ അനുഷ്ഠിക്കണം, ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അതുപോലെ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, എനിക്കോട്ട് കൂട്ടിയാൽ പറ്റൂല. തുറന്ന് സമ്മതിക്കുകയാണ്. ആത്മവിമർശനം ഇന്നലെ കുറച്ചധികം പറഞ്ഞു പോയി, അപ്പം ഇന്ന് അത്ര പറയണില്ല. മന്ദായ മയി സർവസ്വം നനാന്ത സംഹരേ തഥാ സത്യശൗചാദി നിയമോ ദുരാരാധ്യ സദൃശ്യതേ. അപ്പോൾ ഈ മന്ദായ ബുദ്ധി കുറച്ച് കുറഞ്ഞവരെ എന്ന് സാരം. മയി എൻ്റെ സർവസ്വം മുഴുവനും നനാന്ത കൊണ്ടുപോയിച്ചാലോ സംഹരേ തഥാ. അത് അല്ല, പല കാരണങ്ങൾ തന്നെ കട്ടെടുക്കുക അല്ലെങ്കിൽ അതിനെ മുഴുവൻ ഇല്ലാണ്ടാക്കുക എന്നുള്ളൊരവസ്ഥ വരും. അപ്പം അതുകൊണ്ട് അശക്തമായിട്ടുള്ളൊരു ഭാവം, ഒരു തരത്തിലും ബഹുമാനവും ഇല്ല, സ്നേഹവും ഇല്ല. അപ്പോൾ ഹരിക്കുക, കട്ടെടുക്കുക, അതായത് ശരിക്കും കളവ് എങ്ങനെയാണ് വരിക? ആ ഒരു നിയമം ഏറ്റവും നമ്മൾ പാലിച്ചാൽ മതി. അന്യൻ്റെ മുതൽ എനിക്ക് വേണമെന്ന് തോന്നുന്നത് ആദ്യത്തെ കളവ്, അത് തോന്നാൻ പാടില്ല. പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ളതൊക്കെ അത് എൻ്റെയാണ്, ഞാൻ എൻ്റെ മുതൽ കക്കുമോ? ഞാൻ എൻ്റെ മുതൽ കക്കില്ല എന്ന കൂട്ടത്തിൽ കണക്കാക്കിയാൽ പിന്നെ ഈ മുതലിനോട് അമിതമായിട്ടുള്ളൊരു താല്പര്യം തോന്നില്ല. ആവശ്യം എന്തേ ഉള്ളൂ? ആഹാരം, നിഹാരം, നിദ്ര. അപ്പോൾ ഇത്രയും ചെറിയതായിട്ടുള്ള ഈ ആവശ്യത്തിന് എൻ്റേത് തന്നെ ധാരാളമാണ്, പിന്നെ എന്തിനാ അന്യൻ്റെ? ഇതാണ് വൈരാഗ്യത്തിൻ്റെ ഏറ്റവും എളുപ്പം. അപ്പോൾ ഇവിടെ ഈ മുതലിനോടുള്ള ഒരു ബഹുമാനം തോന്നണമെങ്കിൽ എനിക്ക് ആഹാരം കിട്ടുന്നുണ്ടല്ലോ, മതി. കലികാലത്തിലൊരു പ്രത്യേകതയുണ്ട്, ആഹാരത്തിന് അത്ര വിഷമം ഉണ്ടാവില്ല അത്രേ. ആരെങ്കിലും കേട്ട് തന്നിട്ടും കൊടുത്തിട്ടും അങ്ങനെ കേട്ട്, എന്നിട്ടും ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് കേട്ടോ. നമ്മളല്ല, എത്രയോ ഭൂമിയിൽ പല ദിക്കിലും കൊടും ദാരിദ്ര്യം, ആഹാരം അവിടെ എത്തിക്കാൻ പ്രയാസം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ അവർക്ക് കിട്ടാൻ യോഗ്യമില്ലാത്തോ അങ്ങനെന്തോ പ്രശ്നമാണ്. കച്ചവട മനസ്സായതുകൊണ്ട്, ഉള്ളതിനെ ദാനം ചെയ്യാതെ ശീലമില്ലാത്തത് കൊണ്ട് കച്ചവടക്കാരുടെയൊക്കെ ഒരു ഭാഷ്യം തന്നെയുണ്ട്, കൊടുക്കുക വെച്ചാൽ വിലക്കേ കൊടുക്കാവൂ. അതേപോലെ തന്നെ വിലയ്ക്ക് കൊടുക്കാൻ തരായില്ല വെച്ചാൽ അതിനെ നശിപ്പിച്ചോളൂ. കത്തിച്ചാലും വിരോധമില്ല, വെള്ളത്തിലിട്ടാലും വിരോധമില്ല, ഭൂമിയിൽ കുഴിച്ചിട്ടാലും വിരോധമില്ല. പക്ഷേ ദാനം കൊടുക്കരുത്, വെറുതെ കൊടുക്കരുത്, അത് ശീലാവുള്ളൂ എന്നാണ്. സത്യം പറയട്ടെ, ഞാൻ എത്രയോ പുസ്തകങ്ങൾ ഇതുപോലെ ദാനം കൊടുക്കുമ്പോൾ വെറുതെ കൊടുക്കരുത്, വെറുതെ കൊടുത്താൽ വില ഉണ്ടാവില്ല.
ആ ഒരു ഭാവത്തിലേക്ക് എന്തുകൊണ്ട് ഈ ജനങ്ങൾ മാറി? ഇത് പരമ്പരയാ വന്ന് നിൽക്കണ ഒരു കുഴപ്പമാണ്. പണ്ട് ഇങ്ങനൊരു വിഷയമില്ല. പണ്ടെങ്ങനെ വെച്ചാൽ ഈ ഭാഗവതം എഴുതുന്ന കാലത്ത് ഇങ്ങനൊരു വിഷയമില്ല. ഇന്ന് വല്ലാത്തൊരു കച്ചവട മനോഭാവമാണ്. എനിക്ക് എന്തെങ്കിലും കിട്ടിയാലേ പറ്റൂ. അതേപോലെ ഇത് കിട്ടണമെന്ന് ആഗ്രഹിക്കേണ്ട, മറ്റവൻ ഈ ആഗ്രഹം ഇല്ലാതെ കണ്ട് തന്നെ തരണം. അത് തരാത്തത് കൊണ്ട് ചോദിച്ചു വാങ്ങുക. അതാണ് ഈ പട്ടിണി. അപ്പോൾ സംഹരിക്കാനുള്ള ഈ കക്കാനുള്ള തോന്നലുണ്ടാവാനുള്ള കാരണം ഇതാണ്. അതേപോലെ ഞാൻ എന്നെ എത്ര ബഹുമാനിക്കുന്നുവോ അതിനേക്കാൾ കൂടുതൽ അന്യനെ ബഹുമാനിക്കണം. ഞാൻ എന്നെ ബഹുമാനിക്കുന്നില്ല എന്നുള്ളത് സത്യം. പറയാൻ കുറേ ഉണ്ട്, പറയണില്ല, പഠിപ്പിക്കുകയാണല്ലോ ഇവരപ്പം. ആയിക്കോട്ടെ. അപ്പോൾ മന്ദായ മയി സർവസ്വം നനാന്ത സംഹരേ തഥ. അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഒരു പക്ഷേ എൻ്റെ നിന്ന് മുഴുവൻ ഈ ബന്ധുക്കൾ കട്ടുകൊണ്ടുപോയി എന്ന് വരാം. സത്യശൗചാദി നിയമോ ദുരാരാധ്യ സദൃശ്യത. എനിക്കാണെച്ചാലോ ഈ ശൗചം തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും വേണ്ട രീതിയിൽ അനുഷ്ഠിക്കാൻ ദുരാരാധ്യ, എളുപ്പമല്ല, സാധ്യമല്ല എന്നെക്കൊണ്ട്. അപ്പം അതുകൊണ്ട് അതും പ്രശ്നമാണ്. ഇനി ഇതിപ്പോൾ ഗർഭാവസ്ഥയിൽ ഗർഭം അങ്ങോട്ട് ഇനി പുറത്തേക്ക് വരുമല്ലോ. അപ്പോൾ ഉണ്ണി പുറത്തേക്ക് വരില്ലേ. അപ്പം എന്താ ഉണ്ടാവുക? ലാളനെ പാലനെ ദുഃഖം പ്രസൂതായാശ്ച വർത്തതേ വന്ധ്യാവാ വിധവാ നാരി സുഖിനി ചേതിമേ മതി. നോക്കണേ, ലാളനെ പാലനെ ദുഃഖം. ഇത് ഈ പിഞ്ചു കുട്ടികളെ ഈശ്വരോപാസന ഒട്ടും വരില്ല. 5-6 മാസം വരെ അല്ലെങ്കിൽ 1 വയസ്സ് വരെയുള്ള കുട്ടികൾ ബ്രഹ്മാവസ്ഥയിലുള്ള ഈശ്വര തുല്യ, അത്രയ്ക്കുണ്ട്. സാധാരണ നമ്മളൊരു സകല സ്വരൂപം സ്വീകരിച്ചുള്ള ഈശ്വരനല്ല, അതിനേക്കാൾ മീതെയാണ്. ബ്രഹ്മാവസ്ഥയിലുള്ള പറയാൻ തുടങ്ങരുത്, അതിൻ്റെ മുന്നേ എന്നാ. അപ്പോൾ ഉച്ചാരണ ഭാഷ പറയാൻ പാടില്ല. അപ്പോൾ അതുവരെയുള്ള ആ ഭാവം ബ്രഹ്മാവസ്ഥയിലുള്ള ഈശ്വരനാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 5 വയസ്സ് വരെ സകല സ്വരൂപമുള്ള ഈശ്വരനാണ്. ഇപ്പോൾ നമ്മൾ ആൺകുട്ടിയാണെച്ചാൽ കൃഷ്ണൻ, ഇഷ്ടമുള്ള ദൈവം ഏതായാലും കുഴപ്പമില്ല. അതേപോലെ പെൺകുട്ടിയാണെങ്കിൽ ഭഗവതി, അത് ഏത് ഭഗവതി ആയാലും വേണ്ടില്ല. സരസ്വതിയോ കാളിയോ ലക്ഷ്മി ആരെയും വേണ്ടില്ല. അപ്പോൾ ഇങ്ങനെ കാണണം. ഇങ്ങനെ ഈ ലാളിക്കാനും പാഷണം പാലനാദി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഉള്ളൊരു ആനന്ദമുണ്ട്, സച്ചിദാനന്ദമാണത്. അതിനെ ആ നിലയ്ക്ക് കണ്ടാലല്ലേ അത് കിട്ടുള്ളൂ. കുട്ടികളെ കുളിപ്പിക്കലും മറ്റേ മലമൂത്ര വിസർജനങ്ങൾ അതൊക്കെ കളയലും ഇങ്ങനെയൊക്കെ ഉത്തരവാദിത്തങ്ങൾ പലതും ഉണ്ടല്ലോ. വേണ്ട സമയത്ത് ആ കുട്ടിക്ക് പറയാൻ അറിയില്ല. അപ്പോൾ അത് അങ്ങനെ ചെയ്ത് കൊടുക്കുക തന്നെ വേണം അമ്മയ്ക്ക്. അതിലും വലിയൊരു ആനന്ദം വേറെ ഇല്ല. അപ്പോൾ അത് ഇത് കഴിഞ്ഞാൽ പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ വർത്തതേ പ്രസവതായാശ്ച വർത്തതേ, അതിന് ശേഷം അത് ചെയ്യണ്ടേ. പക്ഷേ എളുപ്പം എന്താ? ഇതിനേക്കാൾ സുഖം ഏതാ? വന്ധ്യ വാ വിധവ. വന്ധ്യയായാലും വിധവയായാലും പിന്നെ പ്രസവിക്കില്ലല്ലോ. അവരാണ് സുഖിനി. ച ഇതി മേ മതി. മതി എന്ന് പറഞ്ഞാൽ ബുദ്ധിന്നാ. എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ, വീക്ഷണകോണിൽ ഈ സുഖിക്കുന്ന സ്ത്രീകൾ വന്ധ്യയാവാം അല്ലെങ്കിൽ വിധവയാവാം. വിധവയാവാം പിന്നെ പ്രസവിക്കില്ല. വന്ധ്യയ്ക്ക് പിന്നെ കുട്ടികളുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അതാവും കൂടുതൽ നല്ലത്. എന്നാൽ സൗന്ദര്യം നിലനിൽക്കും, സ്വന്തം കാര്യങ്ങളൊക്കെ സുഖമായിട്ട് നോക്കാം. ഇങ്ങനെ ബാലിശം, എത്രത്തോളം ബാലിശം? ഇനി ഇതിലും താഴാൻ പറ്റില്ല, അധപ്പതിക്കാൻ ഇതിൽ കൂടുതൽ പറ്റില്ല. അതാണ് ലാളനെ പാലനെ ദുഃഖം. അത് ദുഃഖമാണ് ഈ കുട്ടികളെ, ചെറിയ കുട്ടികളെ. പ്രസൂതായാശ്ച വർത്തതേ, പ്രസവിച്ച് കഴിഞ്ഞാൽ അതൊക്കെ ചെയ്യണം. അപ്പോൾ അതൊക്കെ അസഹനീയാണ്. വന്ധ്യാവാ വിധവാ നാരി സുഖിനി ചേതി മേ മതി. അപ്പോൾ വന്ധ്യയായാലും വിധവയായാലും പ്രസവിക്കേണ്ടാത്തൊരവസ്ഥയിൽ ഒരു സ്ത്രീ എത്തുകയാണെന്ന് വെച്ചാൽ ഏറ്റവും നല്ലത് അതാണ്. കാരണം ഭർത്താവ് ഉണ്ടെച്ചാൽ പ്രശ്നമാണ്. അപ്പം വന്ധ്യ വെച്ചാൽ പിന്നെ പ്രസവിക്കില്ലല്ലോ, കുഴപ്പമില്ല. അതാണ് ഇങ്ങനെ ഏറ്റവും ദുഷിച്ചതായിട്ടുള്ളൊരു മനസ്സുള്ള സ്ത്രീ ആയിരുന്നു ഈ ധുന്ധുലി. ആത്മദേവനോ മാക്സിമത്തിലുള്ള ജ്ഞാനിയാണ്. രണ്ടും തമ്മിലുള്ള യോജിപ്പില്ലായ്മ. കല്യാണം ആലോചിക്കുമ്പോൾ ആലോചിച്ച് ചെയ്യണമെന്നാ. ഭർത്താവിന് അനുരൂപയായിട്ടുള്ള രൂപം വേണം, സ്വഭാവം വേണം. ഈ വിനയ ശുശ്രൂഷ അത് ഭക്തിഭാവം തന്നെയാണ്. അത് ഈശ്വരൻ എന്നുള്ളതിനും ശരി, ഭർത്താവ് അങ്ങനെയാണ് വേണ്ടത്. മാനുഷിക മൂലത്തിൽ ലൗകികമായിട്ട് കണ്ടാൽ തന്നെ ആ ഒരു രീതിയിൽ വേണമെന്നാ. അപ്പോൾ അതില്ലാത്ത
അവർക്ക് സഹധർമ്മം ചരിക്കാൻ പറ്റില്ല. അപ്പോൾ നല്ലോണം ആലോചിച്ച് വേണം ചെയ്യാനായിട്ട്. പണമായാലും ധനം, ധനികൻ വ്യത്യാസമുണ്ടല്ലോ. അതും നമ്മൾ വിചാരിക്കും വലിയൊരു കേമനായിട്ടുള്ള ധനികനായിട്ടുള്ള ഒരാൾക്ക് മറ്റേ ഈ ധനം ഇല്ലാത്ത ഒരു ദരിദ്രനായിട്ടുള്ള ഒരാളെ കൊണ്ടുവന്നാൽ കൂടുതൽ ശുശ്രൂഷിക്കും എന്നൊക്കെ വിചാരിക്കും. അതൊക്കെ പിഴവാ. ഈ സ്വഭാവം, ശീലം, ഗുണം നന്നല്ലെങ്കിൽ ഈ ഭർത്താവിൻ്റെ നിന്ന് എന്താ വെച്ചാൽ അത് തരാക്കും സുഖിക്കും എന്നല്ലാണ്ട് മറ്റേത് ഇല്ല. അപ്പോൾ അത് ഭർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കുന്ന സ്വഭാവമുള്ള സ്ത്രീയാണ് എടുക്കേണ്ടത്. അപ്പോൾ രൂപം സാമാന്യം അങ്ങോട്ടും ഇങ്ങോട്ടും യോജിക്കുന്ന രീതിയിലാണെങ്കിൽ, ഉയരം, മറ്റേ തടി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതേപോലെ മുഖ സൗന്ദര്യം, ശരീരത്തിൻ്റെ ബോഡി ഷേപ്പില്ല, ബോഡി ലാംഗ്വേജ്, അതൊക്കെ ഇന്നൊക്കെ നോക്കുന്നത് അതാണ്. അപ്പോൾ അങ്ങനെയൊന്നും അല്ലാണ്ട് ഒരു കഥ പറഞ്ഞാൽ കുറച്ച് എളുപ്പമുണ്ട്. ഒരു ആള് പണ്ടൊക്കെ ധാരാളം കല്യാണം കഴിക്കുമല്ലോ. അപ്പോൾ എന്ന കൂട്ടത്തിൽ ആദ്യത്തെ ഒരു കല്യാണം കഴിച്ചു, രണ്ടാമത്തെ ഒരു കല്യാണം വരികയാണ്. അപ്പോൾ ഇങ്ങനെ കല്യാണം വേണം എന്നുള്ളൊരു, അത് ജാതകത്തിലുള്ളതാണ്. അപ്പോൾ ജ്യോതിഷി പറഞ്ഞതാണ് 2 കല്യാണം വേണ്ടിയിരുന്നൊക്കെ. ഇവർക്ക് വിരോധമില്ലേ. അപ്പോൾ ആദ്യത്തെ കല്യാണം വന്നത് ഈ ഒട്ടും സൗന്ദര്യമില്ലാത്ത ഒരു വധുവിനെയാണ് കിട്ടിയത്. ജാതകം ഉത്തമാണ്. അപ്പോൾ അത് കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ല. കുടുംബത്തിൻ്റെ ഭാവി മേൽ ശ്രേയസ് ഈ സ്ത്രീയിലൂടെയാണ് ഉണ്ടാവുക എന്ന് ജ്യോതിഷി പറഞ്ഞപ്പോൾ ഈ വരൻ പറഞ്ഞു, എനിക്ക് ഇത്ര കുരൂപയായിട്ടുള്ള ആ സ്ത്രീയെ വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ വേറെ അന്വേഷണം വന്നു. അപ്പോൾ വലിയ നല്ല സൗന്ദര്യമുള്ള ഒരു സ്ത്രീയെ കിട്ടി. അപ്പോൾ വിവാഹം ആദ്യത്തെ തന്നെ വേണം, രണ്ടാമത്തെ ഇത് കഴിച്ചോളൂ. അത് ആ കുട്ടിയുടെയും സമ്മതം വാങ്ങി. പണ്ടൊന്നും അങ്ങനെ സമ്മതം വാങ്ങലൊന്നും പതിവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ സമ്മതം വാങ്ങി. എനിക്ക് വിരോധമില്ല, കാരണം എൻ്റെ രൂപം വളരെ മോശമാണ്. അപ്പോൾ അതുകൊണ്ട് വിരോധമില്ല ഭർത്താവിന്. അപ്പോൾ കുടുംബ പാരമ്പര്യമാണ് വെച്ചാലോ 2 തറവാട്ടിനും വലിയ തറവാട്ടാരാണ്. അപ്പോൾ കല്യാണം കഴിച്ചു. ആദ്യത്തെയും രണ്ടാമത്തെയും കല്യാണം കഴിച്ചു. അതങ്ങനെ പോവുകയാണ്. ഈ വേണ്ടാന്ന് പറഞ്ഞ സൗന്ദര്യമില്ലാത്ത ആ സ്ത്രീ 10 പ്രസവിച്ചു, 11 പ്രസവിച്ചു. രണ്ടാമത് സൗന്ദര്യം ഉണ്ട് എന്ന് വിചാരിച്ച് കല്യാണം കഴിച്ച സ്ത്രീ പ്രസവിച്ചേ ഇല്ല. ഈ ഭർത്താവിന് ഈ സ്ത്രീയെ വേണ്ടു, ആദ്യത്തെ ഭാര്യയെ വേണ്ടു. സൗന്ദര്യം ഉണ്ടായിട്ട് എന്തേ കാര്യം ഉണ്ടായി? ഇത് നടന്ന സംഭവമാണ്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിലുള്ള സൗന്ദര്യം? മനസ്സാണ്. അപ്പോൾ ഈ ആത്മീയ സൗന്ദര്യം ഇത് ജീവനുമായിട്ട് ബന്ധപ്പെടുകയാണ്. അവിടെ ദേഹമായിട്ടൊരു ബന്ധമില്ല, ഭൗതിക സാഹചര്യങ്ങളായിട്ടൊന്നും ഒരു ബന്ധമില്ല. ഈ ബന്ധിപ്പിക്കുന്നത് ഈശ്വരനാണ്. അപ്പോൾ അതിനെ നമ്മൾ എതിർച്ഛാലാഭ തുഷ്ടിയോട് കൂടിയിട്ട് സ്വീകരിക്കാൻ തയ്യാറാവണം. 2 പേരും. ഒരാൾ സ്വീകരിച്ചിട്ട് കാര്യമില്ല. ഇവിടെ ആത്മദേവൻ സ്വീകരിച്ചു, ധുന്ധുലി സ്വീകരിച്ചില്ല. അതുകൊണ്ടാണ് ഈ കുബുദ്ധികളൊക്കെ വന്നത്. ആത്മദേവന് വേണമെങ്കിൽ ഇനിയും കല്യാണം കഴിക്കാം. പക്ഷേ ആത്മദേവൻ ആ ഏകഭർത്തൃ അല്ലെങ്കിൽ ഏകപത്നി ആ ഒരു വ്രതത്തിൽ ഇരുന്നു. അതുകൊണ്ടാണ്. അപ്പോൾ ഈ സ്ത്രീക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റി. അതൊരു വിഡ്ഢിത്തരാണ്, ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ പറഞ്ഞതിൻ്റെ ശേഷമാണ് ഇനി എൻ്റെ നിയമം പറയണത്. ഏവം കുതർക്കയോഗേന തദ്ഫലം നൈവ ഭക്ഷിതം പത്യാപൃഷ്ടം ഫലം ഭുക്തം ചേതി തയേരിതം. ഏവം കുതർക്കയോഗേന തത് ഫലം ന ഏവ ഭക്ഷിതം പത്യാ പൃഷ്ടം ഫലം ഭുക്തം ച ഇതി തയാ ഈരിതം. ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ചീത്ത കാര്യങ്ങളാണ്, സ്വയമേവ ആലോചിച്ചുണ്ടാക്കിയിട്ട് പറയുകയാണ്. അത് കാരണം ഈ ഫലത്തെ, ഈ പഴത്തെ ഭക്ഷിച്ചില്ല, ആഹരിച്ചില്ല. എന്നിട്ടോ ഭർത്താവ് വന്നു. ആത്മദേവൻ പുറത്തേക്ക് പോയിരിക്കുമെന്നാണല്ലോ നമ്മൾ നേരത്തെ വായിച്ചത്. അപ്പോൾ പുറത്തേക്ക് പോയിട്ട് തിരിച്ചു വന്നിട്ട് ചോദിച്ചു, കഴിച്ചില്ലേ ചോദിച്ചു. ആ കഴിച്ചു എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ എന്തായി? ഭർത്താവിനെ വഞ്ചിച്ചു, കളവ് പറഞ്ഞു, ഈ വേണ്ടതിനെ ഒന്നും സ്വീകരിച്ചില്ല. എല്ലാ പാപവും ആ സ്ത്രീയിൽ എത്തിപ്പെട്ടു. എത്ര കഷ്ടപ്പെട്ട ഇങ്ങനെ ഒരു അവസ്ഥയിലെത്തിയത്. പകുതി ദാനം ചെയ്തുകൊണ്ടാണ് യതിയെ കിട്ടിയതും യതി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിൻ്റെ ശേഷം ഫലം കൊടുത്തതും. അതിന് ഫലം ഉണ്ടെന്നും പറഞ്ഞു. അത് ഈ സ്ത്രീക്ക് സ്വീകരിക്കാൻ യോഗ്യമില്ല. എന്താ ചെയ്യുക? ഏവം കുതർക്കയോഗേന, ഇങ്ങനെ പലതരത്തിലുള്ള തർക്കം അല്ല, കുതർക്കമായിട്ടാണ്, ചീത്തയായിട്ടുള്ള വാദം പറഞ്ഞു. ആ യോഗം കൊണ്ട് തത് ഫലം ന ഏവ ഭക്ഷിതം, അതുകൊണ്ട് ആ
പഴത്തെ കഴിച്ചില്ല, ഈ സ്ത്രീ കഴിച്ചില്ല. പത്യാപൃഷ്ടം, ഭർത്താവ് വന്നിട്ട് ചോദിച്ചു, പത്യാപൃഷ്ടം ചോദിച്ചു, ഫലം ഭുക്തം, പഴം കഴിച്ചില്ലേ, ഭുക്തം ച ഇതി തയാ ഈരിതം, ഭുക്തം ഈരിതം പറയപ്പെട്ടു എന്നാണ്, ഈരിതം പറയുക, പറയപ്പെട്ടു. ആ സ്ത്രീയാൽ ധന്തുലി പറഞ്ഞു, തയാ, ആ സ്ത്രീയാൽ ഈരിതം പറയപ്പെട്ടു, തയാ ഈരിതം, ധന്തുലിയാൽ പറയപ്പെട്ടു. എന്ത്? ഭുക്തം, ഞാൻ കഴിച്ചു കേട്ടോ. ച ഇതി, നോക്കണേ, ഇങ്ങനെ കുതർക്കങ്ങൾ വന്നതിൻ്റെ ശേഷം ആ സ്ത്രീ ഈ ഭർത്താവ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അത് കഴിച്ചു എന്ന് നുണ പറഞ്ഞു. നോക്കണേ, ഏവം കുതർക്കയോഗേന, നമ്മൾ നമ്മുടെ സ്വഭാവത്തിൽ ഇതൊക്കെ പാലിക്കുക. ഞാൻ എൻ്റെ ഭർത്താവിനോടെന്ന് മാത്രമല്ല, നമ്മൾ ബന്ധപ്പെടുന്ന ഓരോരുത്തരോടും ഞാൻ ഇങ്ങനെ ഒരു കളവ് ഇനി ചെയ്യില്ല, എൻ്റെ മനസ്സിൽ നിന്ന് ഇങ്ങനെ ഒരു കുതർക്കങ്ങൾ ഉണ്ടാവില്ല, എൻ്റെ വാക്കും പ്രവൃത്തിയും ഇനി സത്യസന്ധമായിരിക്കും, ഇത് ഉറപ്പിക്കാം. ഏവം കുതർക്കയോഗേന തത് ഫലം ന ഏവ ഭക്ഷിതം പത്യാപൃഷ്ടം ഫലം ഭുക്തം ഭുക്തം ച ഇതി തയാ ഈരിതം. ഇങ്ങനെ കഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഭർത്താവ് സമാധാനിച്ചു. അങ്ങനെയാണ്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഉണ്ടായിട്ടുള്ള സംഭവത്തെ പറയുകയാണ്. ഒരു 3 ശ്ലോകങ്ങളെ കൊണ്ട് അടുപ്പിച്ച് പറയണം. 51-ാമത്തെ ശ്ലോകം, 51, 52, 53. ഏകദാ ഭഗിനി തസ്യാഹ തദ്ഗൃഹേ സ്വേച്ഛയാ ഗതാ തദഗ്രേ കഥിതം സർവം ചിന്തേയം മഹദീഹി മേ ദുർബലാ തേന ദുഃഖേന ഹ്യനുജേ കരവാണി കിം സാ ബ്രവേദ് മമ ഗർഭോസ്തി തം ദാസ്യാമി പ്രസൂദിതാം താവത്കാലം സഗർഭേവ ഗുപ്താ തിഷ്ഠ ഗൃഹേ സുഖം വിത്തം ത്വം മത്പദേഹ യച്ഛ സ തേ ദാസ്യതി ബാലകം. നമ്മുടെ മനസ്സ് ഒരു പ്രത്യേക രീതിയിലാണ്. മനസ്സിങ്ങനെ പലതും ആഗ്രഹിച്ചുകൊണ്ട് അത് തന്നെ വിചാരം ചെയ്തുകൊണ്ട് ഇരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ വേട്ടാളൻ ആ വേട്ടാളപ്പുഴുവിനെ ചിന്തിച്ചപ്പോൾ വേട്ടാളനായിട്ട് മാറി എന്ന കൂട്ടത്തിൽ നമ്മൾ ഈശ്വരനെ തന്നെ ചിന്തിക്കുകയാണെന്ന് വെച്ചാൽ നമ്മളും ഈശ്വരനായിട്ട് മാറും. ഇവിടെ ചീത്ത ഭാവത്തോട് കൂടിയിട്ട് ഇരുന്നത് കൊണ്ട് ധുന്തുലിക്ക് പറ്റിയ ഒരു വലിയ അബദ്ധമാണ്. എന്താ അത്? ഈ തോഴിയായിട്ടുള്ള ഭൃത്യ തോഴിയാണ്. എന്തായാലും ആ സഖിയോട് ഇപ്രകാരത്തിൽ നന്നായിട്ട് പറഞ്ഞതിന് ശേഷം അവിടെ ഈ ധുന്തുലിയുടെ അനുജത്തി വന്നു. അപ്പോൾ ആ അനുജത്തി ഇതിനേക്കാൾ കഷ്ടം, ഈ അതിന് അതായത് സന്താനവും അതേപോലെ തന്നെ ദാരിദ്ര്യവും കൂടിയിട്ട് ഒരാൾക്ക് കൊടുക്കില്ല. സന്താനം ധാരാളമുള്ളവർക്ക് ദാരിദ്ര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഉറപ്പൊന്നുമില്ല. അതേപോലെ ധനം ധാരാളം ഉള്ളവർക്ക് ചിലപ്പോൾ സന്താനത്തെ കൊടുത്തില്ല എന്നും വരും. ഇതൊരു ഈശ്വരൻ്റെ മായയാണ്. അപ്പോൾ ഇവിടെ ഈ ധുന്തുലിക്ക് ധനം ധാരാളം ഉണ്ട്, സന്താനമില്ല. ധുന്തുലിയുടെ അനിയത്തിക്ക് സന്താനങ്ങൾ ധാരാളമുണ്ട്, എത്രയുള്ളതെന്ന് ശരിയ, കുറേ ഉണ്ട്, അത്രേ പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ അതിന് ദാരിദ്ര്യം. ആ സ്ത്രീ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ, അപ്പോൾ എന്തിനു വന്നു എന്നുള്ളതല്ല, ഇടയ്ക്ക് വരാറുണ്ട്, എന്നാൽ കൂടുതൽ ഒരു ദിവസം വന്നു. അപ്പോൾ ആ അനിയത്തിയോട് ഈ കാര്യമെല്ലാം സത്യമായിട്ട് പറഞ്ഞു. നോക്കണേ, അത് സ്വഭാവം നന്നല്ല, ദുശീലയാണ്. ഭർത്താവ് സുശീലൻ ആണ്, പക്ഷെ ആ ഭർത്താവിനോട് സത്യം പറഞ്ഞില്ല, ഈ സ്ത്രീയോട് സത്യം പറഞ്ഞു, അനിയത്തിയോട് സത്യം പറഞ്ഞു. ഇങ്ങനെ സ്വന്തം ഭർത്താവിനെ വഞ്ചിക്കാനായിട്ട് ഞാൻ പഴം കഴിച്ചു എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ എനിക്ക് ചെറിയൊരു വിഷമം തോന്നണം. കാരണം ഭർത്താവ് വളരെ കഷ്ടപ്പെട്ടാണ് മാനസികമായിട്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു അനുഗ്രഹമായിട്ടാണല്ലോ ഈ ഒരു പഴം കൊണ്ടുവന്നത്. അപ്പോൾ അത് ഞാൻ കഴിച്ചു എന്നാണ് പറഞ്ഞത്. അതെനിക്കൊരു കുറ്റബോധമുണ്ട്, എന്താ വേണ്ടേ എന്ന് ചോദിച്ചു. അത് സത്യസന്ധമായിട്ടാണ് ചോദിച്ചതേ. അപ്പോൾ അനിയത്തിയോട് ഇങ്ങനെ ദുഃഖം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിന് പരിഹരിക്കാൻ എന്താ വേണ്ടത്? അതോട്ട് ആ സ്ത്രീക്ക് നിശ്ചയമില്ല, ധുന്തുലിക്ക് അതിനെ അറിയില്ല. അപ്പോൾ എന്താ വേണ്ടത് ഒന്ന് പറഞ്ഞുതരൂ. അപ്പോൾ അനിയത്തി പറഞ്ഞു, ഒട്ടും വിഷമിക്കണ്ട, മാർഗം ഞാൻ പറയാം. ഞാനിപ്പോൾ ഗർഭിണിയാണ്, 2-3 മാസമായിട്ടുണ്ട്. പ്രസവിച്ച ശേഷം എൻ്റെ ഉണ്ണിയെ ഞാൻ അങ്ങോട്ട് തരാം. ഏടത്തിക്ക് എൻ്റെ കുട്ടിയെ കിട്ടിക്കഴിഞ്ഞാൽ സുഖമായിട്ട് വളർത്താലോ. അപ്പോൾ ഈ ഭർത്താവിനോട് ഇങ്ങനെ നുണ പറഞ്ഞു എന്നുള്ളൊരു വിഷമം ഇല്ലാണ്ട് കയ്യിൽ
പിന്നെ അത്രയും കാലം ഗർഭിണിയാണ് എന്ന് അതെന്താ വെച്ചാൽ ആ രീതിയിൽ നടന്നോളൂ. വയറ് വീർക്കുക കാര്യങ്ങളൊക്കെ വേണം. അതിനൊക്കെ സൂത്രവഴികൾ പലതും ഉണ്ടല്ലോ, എന്താ വെച്ചാൽ ചെയ്തോളൂ. സുഖമായിട്ട് വസിക്കണം. കാരണം ഭർത്താവിന് ഈ ഭാര്യയെ കാണുമ്പോൾ സന്തുഷ്ടയാണ് എന്ന് തോന്നണം. അപ്പോൾ സന്തുഷ്ടയാവുക വെച്ചാൽ എങ്ങനെയാണ്? അനവധി കാലം കുട്ടികളില്ലാണ്ട് കഴിയുമ്പോൾ ഗർഭിണി അയച്ചാൽ സന്തോഷമുള്ള ഭാവം ഉണ്ടാവും. അപ്പോൾ അതുപോലെ വേണം. എൻ്റെ ഭർത്താവിൻ്റെ അനുവാദം വേണം. അതിന് അദ്ദേഹത്തിന് കുറേ ധനം കൊടുക്കണം. അത് എഴുതി കൊടുക്കുമോ? അത് സംശയമില്ല. ഇവിടെ ധനത്തിന് യാതൊരു ക്ഷാമമില്ല. അപ്പം അതുകൊണ്ട് ധനം കൊടുക്കാം. അപ്പം ഞാൻ എൻ്റെ കുട്ടിയായിട്ട് തരാം, ഭർത്താവിൻ്റെ അനുവാദത്തോട് കൂടിയിട്ട്. അപ്പം എന്താ മനസ്സിലായി? ഏകദാ ഭഗിനി തസ്യാഹ തത് ഗൃഹേ സ്വ ഇച്ഛയാ ആഗത. ഏകദ ഒരു ദിവസം, ഒരിക്കൽ, ഭഗിനി ഈ അനുജത്തി, ധുന്ധുരിയുടെ അനുജത്തി, തസ്യാഹ തത് ഗൃഹേ ആ അനുജത്തിയുടെ ഗൃഹത്തിൽ നിന്ന് ഈ ധുന്ധുരിയുടെ ഗൃഹത്തിലേക്ക് സ്വ ഇച്ഛയ ആഗത, സ്വന്തം ഇച്ഛ കൊണ്ട് ഇടയ്ക്ക് വരാറുണ്ട് എന്ന കൂട്ടത്തിൽ അപ്പോഴും വന്നു. സ്വ ഇച്ഛയ ആഗത. തത് അഗ്രേ അതിനുശേഷം കഥിതം സർവം. ഈ ധുന്ധുലിയുടെ അനിയത്തിയും തമ്മിൽ സംവാദമുണ്ടായി. അപ്പോൾ ധുന്ധുലി കാര്യങ്ങളൊക്കെ മുഴുവൻ പറഞ്ഞു. ചിന്ത ഇയം മഹതീ ഹി മേ. ചിന്ത ഇയം, ഇതൊരു വലിയൊരു ചിന്തയാണ്. എന്താ ചിന്ത? ഭർത്താവിനോട് നുണ പറഞ്ഞു. ഹി മേ, ഉറപ്പായിട്ടും എന്നിൽ ഉള്ള ഈ ചിന്ത ഇതാണ്. ഇത് ദുഃഖത്തിന് കാരണം ഇതാണ്. ദുഃഖിച്ചാൽ യഥാർത്ഥത്തിൽ ദുഃഖമല്ല, മറ്റൊരു തരത്തിൽപ്പെട്ടതായ ദുഃഖമാണ്. കാരണം ഇവിടെ ഞങ്ങൾ ജീവിച്ചു പോകണമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഭഗിനി ഇങ്ങനെ, അനിയത്തി ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ വളരെ യാദൃശ്യമായിട്ട് വന്നതാണ്. അവിടെ അനിയത്തിയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഞാൻ വിഷമിക്കുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. അസത്യം പറഞ്ഞു എൻ്റെ ഭർത്താവിനോട്. ദുർബല തേന ദുഃഖേന, ദുർബലയാണ് ഈ ഒരു കാര്യത്തിൽ. ആ ദുഃഖം കൊണ്ട് ഹി അനുജേ കരവാണി കിം, അനുജത്തിയോട് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. ദുർബല തേന ദുഃഖേന. അപ്പോൾ ഈ തുന്തുലിയും ദുർബലയാണ്, അവിടെ സന്താനമില്ല, അങ്ങനെ പല കാര്യങ്ങളെ കൊണ്ട് ദുർബലയാണ്. അനുജത്തിയും ദുർബലയാണ്, ധനമില്ലാത്തത് കൊണ്ടുള്ള ദുർബലയാണ്. അതേപോലെ ഈ വസൂലാക്കാൻ എന്താ മാർഗം എന്നുള്ള ആ ഒരു പ്രത്യേക സ്വഭാവമുള്ള, അപ്പോൾ അതുകൊണ്ട് അവളും ദുർബലയാണ്. അങ്ങനെ ആ അനുജത്തിയോട് ചോദിക്കുകയാണ്, കരവാണിക്കും ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല. സ അബ്രവീത് മമ ഗർഭ അസ്തി. ആ അനുജത്തി പറഞ്ഞു, സ എന്താ പറഞ്ഞത്? അബ്രവീത് പറഞ്ഞു, മമ ഗർഭ, എൻ്റെ വയറ്റിൽ ഞാനിപ്പോൾ ഒരു ഉണ്ണിയെ ചുമക്കുന്നുണ്ട്, അപ്പം ഞാൻ ഗർഭിണിയാണ്. അസ്തി മമ ഗർഭ അസ്തി, ഞാൻ ഇപ്പോൾ എനിക്കൊരു ഗർഭമുണ്ട്. തം ദാസ്യാമി പ്രസോദിത, അതിനെ ഈ ഗർഭസ്ഥ ശിശുവിനെ ഞാൻ പ്രസവിച്ചു കഴിഞ്ഞാൽ ദാസ്യാമി, ഞാൻ തന്നോളാം, അവിടത്തേക്ക് തന്നോളാം. സ അബ്രവീത് മമ ഗർഭ അസ്തി, അവൾ ഒരു മടിയും കൂടാതെ കൊണ്ട് പറഞ്ഞു ഞാനിപ്പോൾ ഗർഭിണിയാണ്. അസ്തി തം ദാസ്യാമി പ്രസോദിത ദാസ്യാമി, ഞാൻ പ്രസവിച്ചതിൻ്റെ ശേഷം എൻ്റെ ഉണ്ണിയെ ഞാൻ അവിടത്തേക്ക് തരാം. സമ്മതിച്ചില്ലേ? ശരി. താവത് കാലം സഗർഭയേവ, അത്രയും കാലം സഗർഭയായിട്ട് എടുത്തി ഇരിക്കണം. ഗുപ്താ തിഷ്ഠ, അതൊന്ന് രഹസ്യമായിട്ട് വെച്ചോളൂ, രഹസ്യമായിട്ട് ഇരുന്നോളൂ. ഇനി അടുത്തുള്ള ജീവിതം എത്ര മാസം വെച്ചാൽ അത്ര മാസം, ഞാൻ പ്രസവിക്കുന്നവരെ കുറച്ചൊരു രഹസ്യമായിട്ട് ഇരുന്നോളൂ. മുറിയിൽ അടച്ചിരിക്കാമല്ലോ, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മുമ്പിൽ വരാതെ കൊണ്ട് സൂത്രങ്ങൾ പലതും ഉണ്ട്, എന്താ ആയിക്കോട്ടെ, അതുപോലെ ഇരുന്നോളൂ. എങ്ങനെ? താവത് കാലം സഗർഭ ഏവ, ഗർഭിണിയാണ് എന്ന് നടിച്ചുകൊണ്ട് ഗുപ്താധിഷ്ഠ, രഹസ്യമായിട്ട് ഇരുന്നോളൂ. ഗൃഹത്തിൽ സുഖം, സന്തോഷം പുറമേക്ക് കാണണം, സുഖിച്ച് വസിച്ചോളൂ. മനസ്സുകൊണ്ട് ഒരു പേടിയും മേടിക്കണ്ട, കാരണം ഞാൻ കുട്ടിയെ തരാം. വിത്തം ത്വം മത് പദേഹേ യച്ഛ, വിത്തം ധനം, വിത്തം എന്നുള്ളത് ധനമാണ്. ധനം ധാരാളമായിട്ട് ത്വം മത് പദേഹേ, എൻ്റെ ഭർത്താവിന് യച്ഛ കൊടുത്തയക്കണം, തന്നോളൂ. എനിക്കിഷ്ടം പോലെ കുട്ടികളുണ്ട്, എൻ്റെ ഭർത്താവിന് ധനം തീരെയില്ല. ഈ അനുവാദം വാങ്ങാൻ വേണ്ടിയിട്ട് ഭർത്താവിന് ധാരാളമായിട്ട് ധനം കൊടുക്കുക തന്നെ വേണം.
വിത്തം ത്വം മത് പദേഹേ യച്ഛ, എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട് ഈ ധനം ധാരാളമായിട്ട് കൊടുക്കുക തന്നെ വേണം, കൊടുത്തയച്ചോളൂ. സ തേ ദാസ്യതി, ആ ഭർത്താവ് എൻ്റെ ഈ ഉണ്ണിയെ അവിടത്തേക്ക് തരും. ബാലകം സ തേ ദാസ്യതി ബാലകം. അപ്പോൾ അദ്ദേഹമാണ് എൻ്റെ ഉണ്ണിയെ അവിടത്തേക്ക് തരുക. ഇങ്ങനെ പറഞ്ഞു. ഏകദാ ഭഗിനി തസ്യാഹ തദ്ഗൃഹേ സ്വേച്ഛയാ ആഗതാ തദഗ്രേ കഥിതം സർവം ചിന്തേയം മഹദീഹി മേ ദുർബലാ തേന ദുഃഖേന ഹി അനുജേ കരവാണി കിം സാബ്രവേദ് മമ ഗർഭോസ്തി തം ദാസ്യാമി പ്രസൂദിത താവത്കാലം സഗർഭേവ ഗുപ്താ തിഷ്ഠ ഗൃഹേ സുഖം വിത്തം ത്വം മത്പദേഹ യച്ഛ സ തേ ദാസ്യതി ബാലകം. വിത്തം ത്വം മത്പദേർയച്ഛ സ തേ ദാസ്യതി ബാലകം. ഇങ്ങനെ ആ രണ്ട് സഹോദരിമാര് ഇപ്രകാരത്തിൽ പറഞ്ഞു. ഇനി 54-ാമത്തെ ശ്ലോകം. ഷാൺമാസികോ മൃദോ ബാല ഇതി ലോകോ വദിഷ്യതി തം ബാലം പോഷയിഷ്യാമി നിത്യം ആഗത്യ തേ ഗൃഹേ. എൻ്റെ ഈ ഉണ്ണിയെക്കുറിച്ച് ജനങ്ങൾ അന്വേഷിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഞാൻ പ്രസവിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉണ്ണി എവിടെ പോയി എന്ന് ജനങ്ങൾ, കാരണം എൻ്റെ ഭർത്താവിനാണെച്ചാലോ എല്ലാവരോടായിട്ട് വലിയ അടുപ്പാണ്, അപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ജനങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ 6 മാസം ജീവിച്ചു കിടന്നു, അതിൽ പിന്നെ മരിച്ചു എന്ന് ഞാൻ പറഞ്ഞോളാം. ഇവിടെ ഷാൺമാസിക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രസവിച്ചിട്ട് അത്രയും കാലം ജീവിച്ചു എന്ന് അവിടെ ഒരു കളവ്. അപ്പോൾ അത് സാരമില്ല, നമുക്കതിനെ അങ്ങനെ എടുക്കണ്ട. നമുക്ക് എടുക്കേണ്ടത് ഈ സ്ത്രീക്ക് ഒരു 2-3 മാസം ഗർഭമായി എന്ന് കൂട്ടുക. അപ്പോൾ ആ സമയത്ത് പ്രസവിച്ച് കുറച്ച് കാലം ഇവിടെ ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിന് ശേഷം പ്രസവിച്ച് ഈ ഉണ്ണി ഇവിടെ കൊണ്ടു കൊടുത്തു. അപ്പോൾ ഒരു 2-3 മാസം, നമ്മൾ 7-ാം മാസത്തിലൊക്കെ പ്രസവിക്കുമല്ലോ എന്ന കൂട്ടത്തിൽ ഒരു ലേശം മുന്നേ പ്രസവിച്ചു എന്ന രീതിയിലേക്ക് എത്തിക്കണം നമുക്ക്. അപ്പോൾ ഇവിടെ കുറച്ച് ലേറ്റാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ഗർഭം കുറച്ച് അധികമായിരുന്നു, മൂപ്പധികമായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഷാൺമാസികോ മൃദോ ബാല 6 മാസം. അപ്പോൾ നമുക്കത് മറ്റൊരു 3 മാസം എന്ന് കുറയ്ക്കുക. അത് ഈ ലോജിക്ക് അത്രയേ ഉള്ളൂ. ഭാഗവത്തിൽ എന്തേ പറഞ്ഞു വെച്ചാൽ വക്രിക്കരുത്, പാഖണ്ഡം പറയരുത് എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പം ഇവിടെ അന്വയിക്കൽ ശരിയാവണം, അതിന് വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ഈ മറ്റേ മഞ്ഞപ്പിത്തം ബാധിച്ച ആൾ കാണുമ്പോൾ ഒക്കെ മഞ്ഞയായിട്ട് കാണണമല്ലോ, അപ്പം ആ കൂട്ടത്തിൽ കുറച്ചൊക്കെ ആവാം. ഇതി ലോകോ വദിഷ്യതി ഷാൺമാസികോ മൃദോ ബാല ഇതി ലോകോ വദിഷ്യതി തം ബാലം പോഷയിഷ്യാമി നിത്യം ആഗത്യ തേ ഗൃഹേ. വളരെ സൂത്രക്കാരിയാട്ടോ. ഇങ്ങനെ എൻ്റെ ഉണ്ണി മരിച്ചുപോയി എന്ന് ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞോളാം. ഇത് അതിനനുസരിച്ച് ജനങ്ങൾ സ്വതേ എങ്ങനെയാണല്ലോ അല്ലേ, പൊതുജനം ആണ്, പൊതുജനം ഡാഷ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് പേടിക്കാനില്ല. ആ ഉണ്ണിയെ ഇപ്പോൾ എഴുത്തിയുടെ അരികത്ത് കൊണ്ടുവന്ന് തരുമല്ലോ, ഞാൻ അതിന് മുല കൊടുക്കണ്ടേ. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ട് സ്തന്യം കൊടുത്തോളാം, ഇവിടെ രക്ഷിച്ചോളാം എന്നേ പറഞ്ഞിട്ടുള്ളൂ. തം ബാലം പോഷയിഷ്യാമി. എങ്ങനെയാണ് പോഷിപ്പിക്കുക? ആ കുട്ടിയെ വളർത്തുക എങ്ങനെയാണ്? സ്തന്യം കൊടുക്കണം. വേറെ എന്ത് സ്തന്യം വേണം, അതങ്ങനെയാണ്, അതിൻ്റെ ഒരു നിയമം അങ്ങനെയാണ്. മരിച്ചു പോയാൽ മാർഗ്ഗമില്ല. അമ്മ മരിച്ചു പോയാൽ എന്താ ചെയ്യുക? അപ്പോൾ പണ്ടൊക്കെ അത് മറ്റുള്ളവരുടെ ആര് വന്നാലും മുല കൊടുക്കാം, അങ്ങനെ ഒരു സിസ്റ്റം വെച്ചായിരുന്നു. ഇപ്പം ഇല്ല, പണ്ടുണ്ടായിരുന്നു. അപ്പോൾ ആര് വന്നാലും മുല കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ പൂതനെയൊക്കെ അങ്ങനെ തരാക്കിയതാണ്. ഏതായാലും ഇവിടെ ഞാൻ വന്നോളാം, എന്നിട്ട് എൻ്റെ ഉണ്ണിക്ക് ഞാൻ തന്നെ പാല് കൊടുത്തോളാം. പോഷയിഷ്യാമി നിത്യം ആഗത്യ, എല്ലാ ദിവസവും ഇവിടെ വന്നിട്ട് തേ ഗൃഹേ, അങ്ങനെ ഞാൻ വന്ന് ചെയ്തോളാം. ഇത്രയല്ലേ വേണ്ടൂ. സമ്മതിച്ചു. ഷാൺമാസികോ മൃദോ ബാല 6-ാം മാസം, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഷാൺമാസിക 6 മാസം കഴിഞ്ഞിരിക്കുന്ന ആ സമയത്ത് മൃതഹ ബാലഹ മരിച്ചു. ഇത് ലോകോ വദിഷ്യതി, പരമാവധി ഒരു 5-6 മാസം ഈ ഉണ്ണി മരിച്ചു എന്നുള്ളത് 6 മാസമൊക്കെ ആ ജനങ്ങൾ പറയുമായിരിക്കാം, അത്രയ്ക്കൊക്കെ ഉള്ളൂ. ഇപ്പം ഉണ്ണി ഉണ്ടായിട്ട് ഒരു 6 മാസം
ജനങ്ങൾ അതിനെക്കുറിച്ച് ബോധം വെച്ചാൽ ഒരു സഹതാപത്തോട് കൂടിയിട്ട് ഏറ്റവും വലിയ വിഷമാണ്. കാരണം പ്രസവിച്ചുള്ള സമയത്ത് ഉണ്ണി മരിച്ചു എന്ന് കൂട്ട, ചാപിള്ളയായിട്ട് പ്രസവിച്ചാൽ ആ സ്ത്രീക്ക് സ്തന്യം ഒരു പ്രശ്നം, കൊടുക്കാൻ നിവൃത്തിയില്ല. പക്ഷേ പാലുണ്ടാവുകയും ചെയ്യും. അത് സ്തനം വളരെയധികം വേദനിക്കും. അത് മനസ്സിനെ ബാധിക്കും, ശരീരത്തിനെ ബാധിക്കും, മൊത്തം ജീവിതത്തിനെ ബാധിക്കും. പിന്നീട് അങ്ങോട്ടൊരു ഗർഭത്തെ സ്വീകരിക്കുക തന്നെ ചിലപ്പോൾ പ്രശ്നമായിട്ട് മാറും. അങ്ങനെയൊക്കെ ഉണ്ട്. അല്ല, അതിൻ്റെ ഒരു മാക്സിമത്തിൽ സ്ഥായിയായിട്ടാണ് നിൽക്കണമെങ്കിൽ, ഈ ഭാവം പുത്രസ്നേഹം ശരിക്കും സ്ഥായിയായിട്ടാണ് നിൽക്കണമെങ്കിൽ, ജീവനുമായിട്ട് ബന്ധിച്ചാൽ നിൽക്കണമെങ്കിൽ രണ്ടാമതൊരു ഗർഭം ഉണ്ടാവൽ പ്രയാസമാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഒന്നും വിഷയമില്ല. ഇന്നിപ്പോൾ അങ്ങനെയുള്ളൊരു താതാത്മ്യഭാവം ഒന്നും ഇപ്പോൾ ഇന്ന് വരില്ല. അപ്പോൾ കലികാലമായതുകൊണ്ട് ആ ഒരു ഭാവം ഉണ്ടാവാൻ ജനങ്ങൾക്ക് സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നത് പ്രശ്നമല്ല. അപ്പോൾ ഇവിടെ ജനങ്ങൾ ഇപ്രകാരത്തിൽ പറയും. ജനങ്ങളിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഡാഷ് ആ ഡാഷല്ല. ജനങ്ങൾ സ്വതേ പ്രബുദ്ധരാണ്. ഈ ഒരു പ്രബുദ്ധത കൊണ്ടാണ് ഈ ഒരു അനുകമ്പ ജനങ്ങൾക്ക് ഈ മരിച്ചു പോയിട്ടുള്ള ഉണ്ണിയുടെ ആ ശൂന്യാവസ്ഥ ഈ അമ്മയെ എത്ര ബാധിക്കും എന്ന് കണക്കാക്കുന്ന പ്രബുദ്ധതയാണ്. അത് കണക്കാക്കിയാലേ ജനങ്ങൾ നേരത്തെ പറഞ്ഞ ഡാഷ് അല്ല, അത് കണക്കാക്കണം. ഈ അനുകമ്പ ഇല്ലെങ്കിൽ വീണ്ടും ഈ സ്ത്രീ പൊതുജീവിതത്തിലേക്ക് വരില്ല. അതൊരു വലിയ നിയമമാണ് അവർക്ക്. അപ്പോൾ സാഹചര്യങ്ങൾ, പാലകൻ നിശ്ചയിച്ചിട്ടുള്ള പല നിയമങ്ങളും ഇതേപോലെ നമ്മെ എത്രത്തോളം വലുതാക്കാൻ പറ്റുമോ അത്രത്തോളം വലുതാക്കും. അതിനാണ് ഈ നിയമങ്ങളൊക്കെ. അപ്പം നമ്മളും അതേപോലെ തന്നെ അനുകമ്പ കൊടുക്കേണ്ടതെങ്കിൽ അനുകമ്പ കൊടുക്കുക തന്നെ വേണം. ധനം കൊടുക്കേണ്ടതെങ്കിൽ ധനം കൊടുക്കണം. ഉപദേശങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഉപദേശങ്ങൾ കൊടുക്കണം. പാർവതിക്ക് ഒന്നും അറിയാഞ്ഞിട്ടല്ല ഈ മഹാബ്രാഹ്മണരെ പത്നിമാരെ പാതിവ്രതത്തെ കുറിച്ചിട്ട് ഉപദേശിച്ചത്. രുക്മിണിക്ക് പാതിവ്രതത്തെ പറ്റിയിട്ട് ഉപദേശിക്കുന്നുണ്ട്. അങ്ങനെ ധാരാളം സീതയ്ക്ക് ഉപദേശിക്കുന്നുണ്ട് രാമായണത്തിൽ. എന്തുകൊണ്ടത്? കടമകളെ നിർവഹിക്കുകയാണ്. അത് വേണം, അതാണ്. അപ്പോൾ ഇവിടെ ഈ സ്ത്രീയുടെ ഈ ദുഃഖത്തെ നാട്ടുകാർ ഇങ്ങനെയൊക്കെ പറഞ്ഞോളും എന്ന് ആ സ്ത്രീ ലാഘവബുദ്ധിയോട് കൂടിയിട്ട് പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ ആ ഡാഷ് ആരാ? ഈ സ്ത്രീയാണ്. അതാണ്. അപ്പോൾ 6 മാസം ഷാൺമാസികോ മൃതോ ബാല ഇതി ലോകോ വധിഷ്യതി. ഒരു 5-6 മാസമൊക്കെ ഈ ലോക ജനങ്ങൾ പറയും ആ കുട്ടി മരിച്ചു പോയി ഇത്രേ എന്ന് പറയുമായിരിക്കാം. അത് സാരില്ല കേട്ടോ എഴുതി, എനിക്കും വിഷമമില്ല. കാരണം എന്താ, ഞാൻ തം ബാലം പോഷയിഷ്യാമി നിത്യം ആഗത്യ തേ ഗൃഹേ. ഞാൻ ഇവിടെ വന്നിട്ട് ഈ കുട്ടിക്ക് മുല കൊടുത്തോളാം. അപ്പോൾ എന്നെ സംബന്ധിച്ചത് ഈ പ്രശ്നം ബാധിക്കണില്ല. മരിച്ചു പോയാലാണ് ഈ ദുഃഖേ, ഇത് മരിച്ചു പോയിട്ടില്ലല്ലോ. അപ്പം അതുകൊണ്ട് എന്നെ ദുഃഖം ബാധിക്കില്ല. അത് ശരിയാണ്, ഇനിയും അത് സത്യ. പക്ഷേ മറ്റതങ്ങനെയല്ല, ശരിക്കും മരിച്ചു പോയി കഴിഞ്ഞാൽ ഭയങ്കരമാണ്. അപ്പോൾ അവർ പ്രബുദ്ധരാണ്, ഈ അനുകമ്പ. പക്ഷേ ഇവിടെ അവർ ഡാഷാണ്. കാരണം ഇത് അറിയില്ല, ഇത് ഗോപ്യല്ലേ, ഇത് കളവല്ലേ. ഷാൺമാസികോ മൃതോ ബാല ഇതി ലോകോ വധിഷ്യതി തം ബാലം പോഷയിഷ്യാമി നിത്യം ആഗത്യ തേ ഗൃഹേ. ആ സ്ത്രീയുടെ ഒരു ബുദ്ധി നോക്കിയോ, കുബുദ്ധി. ആ ജനങ്ങളെ മുഴുവൻ ഞാൻ വിഡ്ഢിയാക്കുന്നു എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ലല്ലോ. അതാണ് ഞാൻ ഡാഷ് ഉപയോഗിക്കാനുള്ള കാരണം, അതാണ്. അപ്പം അങ്ങനെയുള്ള ഭാവത്തിൽ നമ്മളൊരിക്കലും ഭാഗവതന്മാർ ഈ നെഗറ്റിവിറ്റി നമ്മുടെ മനസ്സിലുണ്ടാവാൻ പാടില്ല. അത് നമ്മൾ ഭാഗവതനല്ലാണ്ടാവും. എപ്പോഴും ബി പോസിറ്റീവ്. മറ്റുള്ളവർക്ക് ദുഃഖം വരികയാണെങ്കിൽ ആ ദുഃഖത്തെ പരിഹരിക്കാൻ എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും അത് ചെയ്തു കൊടുത്തോളാം. തീരെ പറ്റില്ല വെച്ചാൽ മാർഗമില്ല. അപ്പോൾ അവിടേക്ക് ചിന്തിക്കണ്ട, അല്ലെങ്കിൽ അങ്ങോട്ട് പോകരുത്. അങ്ങനെയല്ലേ, യുക്തം പോലെ ചെയ്തോളാം. ഒരു കാരണവശാലും നമ്മുടെ മനസ്സിൽ ഈ നെഗറ്റീവ് ചിന്ത കയറാതിരിക്കാൻ നമ്മൾ തന്നെ അവിടെ സിമൻ്റ് ഇട്ട് അടക്കണം. നാമമാകുന്ന ഈശ്വര ചിന്തയാകുന്ന രൂപം, നാമം, ലീല, ധാമം, ഗുണം, ഇങ്ങനെ 5 കാര്യമുണ്ട്. ഈ 5 കാര്യം നമ്മൾ എപ്പോഴും ഈശ്വരപരമായിട്ട് ചിന്തിക്കുക. പഞ്ചേന്ദ്രിയങ്ങളെ മുഴുവൻ ഈശ്വരപരമായിട്ട് ഭഗവതോന്മുഖമായിട്ട് തീർക്കുക. അപ്പോൾ നമുക്ക് ഈ നെഗറ്റിവിറ്റി നമ്മുടെ ഉള്ളിലേക്ക് കയറില്ല. അതിന് ഭഗവാൻ രക്ഷിക്കട്ടെ. ഇപ്പോൾ 60ാമത്തെ ഭാഗമാണ് പറഞ്ഞത്. 4ാമത്തെ അധ്യായത്തിൽ 48ാമത്തെ ശ്ലോകം മുതൽ 54ാമത്തെ ശ്ലോകം വരെ ഇപ്പോൾ പറഞ്ഞു. ഇനി 55ാമത്തെ ശ്ലോകം
തൊട്ടിട്ട് അടുത്തതിൽ പറയാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണ